ധീരജവാൻ സുജിത് ബാബുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ കാർഗിൽ വിജയദിനം ആചരിച്ചു. എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. ധീരജവാൻ സുജിത് ബാബുവിന്റെ പാലമേലിലെ സ്മൃതി മണ്ഡപത്തിലാണ് കാർഗിൽ വിജയദിനം ആചരിച്ചത്. വിജയദിനാചരണം ക്യാപ്റ്റൻ റിട്ടയേർഡ് കാസിം റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം 20-ാം തീയതിയാണ് തുടങ്ങിയത്. ജൂലൈ 26 വരെ നീണ്ടുനിന്നു, ഏകദേശം 50 ദിവസക്കാലം. അതിനു മുന്നോടിയായി ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതായത് 1999 ഫെബ്രുവരി മാസം 20-ാം തീയതി നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്നേഹ സന്ദേശമായ ലാഹോർ ബസ് അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി സ്വർഗീയനായ ശ്രീ വാജ്പേയി അവர்கள் ഉദ്ഘാടനം ചെയ്യുകയും ആ ബസ്സിൽ യാത്ര ചെയ്യുകയും ചെയ്തു. ലാഹോറിൽ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സ്വീകരിച്ചിരുന്നു. അതിനുശേഷം അഭിസംബോധന ചെയ്ത് പരസ്പരം രണ്ട് രാജ്യങ്ങളും കൈകോർത്ത് സംസാരിക്കുകയുണ്ടായി. എക്സ് സർവീസ് ലീഗ് പാലമേൽ യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയേർഡ് ക്യാപ്റ്റൻ വിജയൻ അധ്യക്ഷത വഹിച്ചു. എക്സ് സർവീസ് ലീഗ് താമരക്കുളം, വള്ളികുന്നം, നൂർനാട് യൂണിറ്റുകളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. 71 പാകിസ്ഥാൻ യുദ്ധത്തിൽ മാത്രം ഒരു ചെറിയ പാർട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ എയർഫോഴ്സ് സ്റ്റേഷൻ ആഗ്രയിലായിരുന്നു. അവിടെ ഒരു ഫീൽഡ് സ്റ്റേഷനായിരുന്നു. അതിന് ചെറിയ ചെറിയ അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, അത്ര വിശാലമായിട്ടൊന്നുമില്ല. നൂർനാട് CBM ഹൈസ്കൂളിലെ NCC വിഭാഗം പുഷ്പാർച്ചന നടത്തി. യൂണിറ്റ് സെക്രട്ടറി പ്രഭാകരൻ ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.